നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിൽ. കൊല്ലം സ്വദേശി ഷാനാണ് പൊഴിയൂർ പോലീസിന്റെ പിടിയിലായത്. മോഷണം നടത്തിയ മാല ചിറയൻകീഴിൽ വെച്ച് പ്രതി വിറ്റിരുന്നു. ലിജിയുടെ മാലയ്ക്ക് പകരം ബോബി ചെമ്മണൂർ സ്വർണ്ണമാല നൽകിയിരുന്നു. സുനിഷ എല്ലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, വളരെ കാലത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. തീർച്ചയായിട്ടും നികേഷ്, മാർച്ച് 18-നായിരുന്നു നെയ്യാറ്റിൻകര പ്ലാമുട്ടുകടയിലെ റോഡിൽ വെച്ച് രണ്ടംഗ സംഘം ബൈക്കിലെത്തിയതിനു ശേഷം യുവതിയുടെ മാല കവരുന്നൊരു സംഭവം ഉണ്ടായിരുന്നത്. പിന്നാലെ തന്നെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. അതായത് യുവതിയെ തള്ളിയിട്ടുകൊണ്ട് മാല മോഷ്ടിക്കുന്നതും പിന്നാലെ തന്നെ യുവതി അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും അടക്കമുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു. അതിനുശേഷം പൊഴിയൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവും ആരംഭിച്ചിരുന്നു. ആദ്യം ഈ ബൈക്ക് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. അതിലാണ് ഈ ബൈക്ക് ഓടിച്ചിരുന്ന അബിനിലേക്ക് അന്വേഷണം എത്തുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അബിൻ അറസ്റ്റിലായിരുന്നു. അതിന് പിന്നാലെ അബിനിലൂടെ ഈ ഒന്നാം പ്രതി മാല കവർന്ന പ്രതിയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് കിളിമാനൂരിൽ വെച്ചാണ് പൊഴിയൂർ പോലീസ് ഇപ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള ഷാനിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ പറയുന്നത് മാല മോഷ്ടിച്ചതിന് പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മാല മോഷ്ടിച്ചതിന് ശേഷം ഇവർ ഈ ചിറയൻകീഴിലുള്ള ഒരു സ്വർണ്ണക്കടയിൽ എത്തുകയും ഈ മാല ഉരുക്കിയ സ്വർണ്ണക്കട്ടയാക്കി വെച്ച ഒരു നിലയിലായിരുന്നു എന്നതാണ്. നിലവിൽ ഇപ്പോൾ സ്വർണം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ 2 മാസത്തിന് ശേഷം പ്രതികളിലേക്ക് എത്തുന്നു. ഈ സ്വർണ്ണമാല തിരികെ കിട്ടുന്നു എന്നതാണ്. 6.5 പവന്റെ സ്വർണ്ണമായിരുന്നു അന്ന് കവർന്നിരുന്നത്. പിന്നാലെ തന്നെ വലിയ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കിയ വളരെ ആഗ്രഹിച്ച് കൊണ്ടു നടന്നൊരു മാലയാണ് എന്നതടക്കം ഇവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ ഇടപെട്ട് ഇവർക്കൊരു മാല വിശദാംശങ്ങൾ നൽകിയത്.